വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ബ്രൗൺ ന്യൂഡ് ലിപ്സ്റ്റിക്സുമായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഈ ബ്രൗൺ കളർ ലിപ്സ്റ്റിക്സ്. അതിലും ഈ ബ്രൗൺ ന്യൂഡ് ലിപ്സ്റ്റിക്സ് ഇഷ്ടമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. എനിക്കും ഒരുപാട് ഇഷ്ടമാണ് ഈ ബ്രൗൺ ന്യൂഡ് ലിപ്സ്റ്റിക്സ്. കാരണം നമുക്ക് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് ഈ ഒരു ബ്രൗൺ ന്യൂഡ് ലിപ്സ്റ്റിക്സ്. ആ ഒരു ബ്രൗൺ ന്യൂഡ് ലിപ്സ്റ്റിക്സിൽ ഒരു 10 ഷെയ്ഡ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ. ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഷെയ്ഡ്സാണ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് ഷെയ്ഡ്സ് ഏതൊക്കെയാണെന്ന് കാണാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലിപ് ലൈനർ മാർസിൻ്റെ ഡീപ്പ് ഡോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് എല്ലാ ബ്രൗൺ ഷെയ്ഡിൻ്റെ കൂടെയും നന്നായിട്ട് ചേരുന്നൊരു ലിപ് ലൈനറാണ്. അഫോർഡബിൾ റേറ്റിൽ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ലിപ് ലൈനറാണിത്. മാർസിൻ്റെ ക്ലിക്ക് സ്റ്റിക്സ് ഗ്ലോസ് ലിപ് ബാമാണ് ഫസ്റ്റ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ലിപ് ബാമാണ്. ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. നല്ലൊരു ഗ്ലോസി ഫിനിഷാണ് ഈ ഒരു ലിപ് ബാമിന്. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഒരു ലിപ് ക്രീമാണ്. അഫോർഡബിൾ റേറ്റിൽ വരുന്ന നല്ലൊരു ലിപ് ക്രീമാണിത്. അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലിപ് ക്രീമാണ്. തേർഡ് ലിപ്സ്റ്റിക്ക് ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് വെൽവെറ്റ് ടച്ച് ലിപ്സ്റ്റിക്കാണ്. ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണാം. നല്ലൊരു ലിപ്സ്റ്റിക്കാണ്, അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്കാണ്. നല്ലൊരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. മാർസിൻ്റെ വൈറലായിട്ടുള്ള മൂസ് ലിപ്സ്റ്റിക്കാണ് അടുത്ത ലിപ്സ്റ്റിക്ക്. ഇത് നല്ലൊരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണ്. 03Q എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഈ ലിപ്സ്റ്റിക്ക് അധികം ഒന്നും ലാസ്റ്റ് ചെയ്യില്ല, എന്നാലും ഈ ഒരു പ്രൈസിന് കിട്ടുന്ന കിടിലൻ പ്രൊഡക്റ്റാണിത്. വാങ്ങാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് ലവ്വർത്തിൻ്റെ ഒരു ലിപ് ക്രയോൺ ആണ്. ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ്, സ്മഡ്ജ് പ്രൂഫാണ്, അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നൊരു ലിപ് ക്രയോൺ ആണ്. പിന്നെ ചെറുതായിട്ട് നമ്മുടെ ലിപ്സിനെ ഒന്ന് ഡ്രൈ ആക്കും. നല്ലൊരു ലിപ് ബാം യൂസ് ചെയ്തിട്ട് അതിന് ശേഷം അപ്ലൈ ചെയ്താൽ നല്ല കംഫർട്ടബിൾ വെയർ ആണ്. അടുത്ത ലിപ്സ്റ്റിക്ക് സ്വിസ് ബ്യൂട്ടിയുടെ HD മാറ്റ് ലിപ്സ്റ്റിക്ക് ക്യൂട്ട് ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് അത്യാവശ്യം ട്രാൻസ്ഫർ ആകും. പിന്നെ ഫെയർ ടു മീഡിയം സ്കിൻ ടോണിന് നല്ലൊരു ഷെയ്ഡാണ്. ഡസ്കി സ്കിൻ ടോൺസ് അപ്ലൈ ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഒരു ലിപ് ലൈനർ യൂസ് ചെയ്ത ശേഷം അപ്ലൈ ചെയ്യാം കേട്ടോ. അടുത്ത ലിപ്സ്റ്റിക്ക് മാമ എർത്തിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. എല്ലാ സ്കിൻ ടോണിനും ചേരുന്നൊരു ലിപ്സ്റ്റിക്കാണ് ഈ മാമ എർത്തിൻ്റെ ന്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ്. മാർസിൻ്റെ ഒരു മൂസ് ലിപ്സ്റ്റിക്കാണ്. 04 ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാ ഷെയ്ഡും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ബ്രൗൺ ഷെയ്ഡ്സാണ്. അതായത് ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഷെയ്ഡ്സാണ്. നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് മെബിലൈൻ്റെ ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്ക് റേഞ്ചിൽ വരുന്ന ടോസ്റ്റഡ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. അങ്ങനെയൊന്നും ലാസ്റ്റ് ചെയ്യില്ല, പക്ഷേ നല്ല കംഫർട്ടബിളാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് മെബിലൈൻ്റെ സൂപ്പർ സ്റ്റേ മാറ്റ് ഇങ്ക് ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണിത്. നല്ലൊരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണ്. ഫെയർ ടു മീഡിയം സ്കിൻ ടോണിന് ഓക്കെയാണ് ഈ ഒരു ഷെയ്ഡ്. എന്നാൽ ഡസ്കി സ്കിൻ ടോൺ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഡാർക്ക് ലിപ് ലൈനർ യൂസ് ചെയ്ത ശേഷം അപ്ലൈ ചെയ്താൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡെയിലി വെയർ ഷെയ്ഡാണ്. ഈ ബ്രൗൺ ന്യൂഡ് ഷെയ്ഡ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.